കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥികൾക്കായി ഷാഫി പറമ്പിൽ ഒരു ഉഗ്രൻ രാഷ്ട്രീയ പ്രസംഗം നടത്തിയിരുന്നു. തെറ്റ് കണ്ടാൽ തെറ്റെന്നും ശരി കണ്ടാൽ ശരിയെന്നും ആരുടെയും മുഖത്ത് നോക്കി പറയാൻ ധൈര്യവും ചങ്കൂറ്റവുമുള്ള ഒരു നേതാവാണ് വടകര MP-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും കൂടിയായ ഷാഫി പറമ്പിൽ. ശബരിമലയിലെ സ്വത്ത് കാക്കാനുള്ളതാണ്, കക്കാനുള്ളതല്ല എന്ന് ദേവസ്വം ബോർഡിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ആഞ്ഞടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയവരിൽ 2 CPM നേതാക്കളെ ജയിലിലാക്കിയിട്ടും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത CPM-നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെയായാൽ ജനങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ച ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കളൊക്കെ ഒന്നുമല്ലാതാവില്ലേ? അങ്ങനെ ചിന്തിക്കാൻ പോലും ജനങ്ങൾക്ക് ഒരു അവസരം കോൺഗ്രസ് നേതാക്കൾ കൊടുക്കുന്നില്ല. തെറ്റ് കണ്ടാൽ പ്രതികരിക്കും. പേടിച്ചിട്ടാണോ CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നവരെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാത്തത്? ഒഴിവാക്കിയാൽ മുഖ്യനും കൂട്ടർക്കും നേരെ അവരുടെ മുടി വന്നാലോ എന്ന പേടി. ഇതിനെല്ലാം ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളുമായി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പല നയങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനമുണ്ട് എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു പ്രധാന വിമർശനം. അതുപോലെ തന്നെ മാഹി ഇരട്ടക്കൊല കേസിലെയും ഒണിയൻ പ്രേമൻ വധക്കേസിലെയും പ്രതികളെ കോടതി വെറുതെ വിട്ട വാർത്തകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം മറ്റൊരു ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചിരുന്നു. എന്തായാലും നമുക്ക് ഷാഫി പറമ്പിലിന്റെ ആ തകർപ്പൻ പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ കരുത്തായി മാറേണ്ട സാരഥികൾക്ക് നിറഞ്ഞ പിന്തുണയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. കുന്നമംഗലം പഞ്ചായത്ത് ഉൾപ്പെടെ അനിവാര്യമായൊരു മാറ്റത്തിന് ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളിന്ന് മനസ്സിലാക്കുക. ജനങ്ങളും നമുക്ക് അനുകൂലമാണ്. ഒരു പ്രകടനം ഇങ്ങോട്ട് പോയി, സത്യം പറഞ്ഞാൽ തിരിച്ചാ പ്രകടനം അങ്ങോട്ട് പോകുമ്പോൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടും കൂടെ ഒരു പ്രകടനം നടത്തേണ്ട അവസ്ഥയിലാണ് അവരുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആ ഗവൺമെന്റിന് വേണ്ടപ്പെട്ടവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ സംരക്ഷകരായിട്ട് ഗവൺമെന്റ് മാറിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പൊ ശബരിമല ഇഷ്യൂ മാത്രം നിങ്ങൾ എടുക്കുക. ഞങ്ങൾ വരുമ്പോൾ അബുക്ക അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിമല ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന തരത്തിൽ ഈ ഗവൺമെന്റിന്റെ അഴിമതി എക്സ്പോസ്ഡ് ആണ്. നമ്മൾ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു. അതിന്റെ രത്ന ചുരുക്കം, ഈ വോട്ടെടുപ്പ് അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വത്തിനെ കാക്കാനുള്ളതാണ്, കക്കാനുള്ളതല്ല എന്നുള്ളത് അവര് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറണം എന്ന് മാത്രമല്ല, CPIM ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന് ശബരിമലയിലെ സ്വത്ത് കവരാൻ നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ ഒരു മുൻ MLA ആയിരുന്നെങ്കിലോ, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നെങ്കിലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ, നാട്ടിൽ എന്തെല്ലാം നിലപാടുകൾ CPM ഇപ്പൊ പറഞ്ഞേനെ. അവരുടെ തന്നെ ഭരണത്തിന്റെ കീഴിൽ കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രം SIT തുറങ്കലിൽ അടച്ച പത്മകുമാർ എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി, ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പാർട്ടി MLA ആക്കിയ ഒരാൾ, പാർട്ടി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ഒരാൾ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ജയിലിലടക്കപ്പെട്ടിട്ട് ഇത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായിട്ട് ഇതുവരെ പാർട്ടിയിൽ നിന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാൻ ധൈര്യമില്ലാത്ത തരത്തിൽ CPIM ശബരിമല കേസിൽ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ പ്രതിരോധത്തിലല്ലായിരുന്നുവെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു അഴിമതി കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ട് അതിൽ ഉൾപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ ജയിലിലടക്കപ്പെട്ടിട്ട്, പാർട്ടിയുടെ നേതാവ് ജയിലിലടക്കപ്പെട്ടിട്ട് പാർട്ടിയുടെ പദവിയിൽ നിന്ന് പോലും നീക്കം ചെയ്യാൻ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാവാത്തതിന്റെ കാരണം അകപ്പെട്ടിരിക്കുന്നവർ പുറത്തുള്ളവരുടെ പേര് പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? കോൺഗ്രസിന് ധാർമ്മികതക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ അവരവരുടെ കാര്യങ്ങളിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ശബരിമലയിൽ കയറി മോഷ്ടിക്കാൻ മടിക്കാത്തൊരു ഭരണകൂടം, ശബരിമലയിൽ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കാൻ മടിക്കാത്തൊരു ഭരണകൂടം മറ്റൊന്നും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനത മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവരവരുടേതെന്ന് പറയുന്ന ആശയങ്ങളിൽ നിന്ന് പരിപൂർണമായും വ്യതിചലിച്ചിട്ടാണ്
ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകർക്ക് പോലും തിരിച്ചറിവുള്ള കാര്യമാണ്. നിങ്ങൾ കണ്ടതാണ് PM ശ്രീ വിവാദം, നിങ്ങൾ കണ്ടതാണ് ഇപ്പൊ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നരേന്ദ്രമോദിയും അമിത്ഷായും നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവിടെ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുന്നവരായി കേരളത്തിലെ ഗവൺമെന്റിനെ മാറ്റിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവരുടെ ഒരു തരത്തിലുള്ള അതൃപ്തിയും അത് തന്റെ മേലെയോ തന്റെ സർക്കാരിന്റെ മേലെയോ വിടരുതെന്ന് ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് നിർബന്ധമുണ്ട്. മോഡിയുടെ തൃപ്തിയേക്കാൾ വലുതല്ല CPIയുടെ അതൃപ്തി, അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ അതൃപ്തി, അല്ലെങ്കിൽ ഡി രാജയുടെ അതൃപ്തി, അല്ലെങ്കിൽ ആനി രാജയുടെ അതൃപ്തി, അല്ലെങ്കിൽ AYF ഉൾപ്പെടെയുള്ള ആളുകളുടെ അതൃപ്തി, അതുമല്ലെങ്കിൽ സ്വന്തം മന്ത്രിസഭയിലെ 4 അംഗങ്ങളുടെ CPIക്കാരായ 4 അംഗങ്ങളുടെ അതൃപ്തി, അതിനേക്കാൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ തൃപ്തിയാണ് എന്നുള്ളത് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളിലും കണ്ടു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ MA ബേബി അല്ല, ഭരണ നേതൃത്വത്തിന്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നിലപാടത. ഇപ്പതാ ഇവിടെ പ്രകടനമൊക്കെ നടത്തുന്ന ആളുകൾ ജനാധിപത്യ അവകാശമാണ്, പ്രകടനം നടത്തട്ടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? SFIയെ സംബന്ധിച്ച്, DYFIയെ സംബന്ധിച്ച് എന്താണ് AYF പറഞ്ഞത്, എന്താണ് CPI പറഞ്ഞത്? AYFന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇവര് സമരങ്ങളിൽ മുണ്ടെടുക്കരുത് എന്നുള്ളതാണ്. AYFന്റെ നേതാക്കന്മാർ ഇവരെ ഉപദേശിച്ചത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ മുണ്ട് മടക്കി കുത്തരുത് എന്നുള്ളതാണ്. അതിന് കാരണം പറഞ്ഞത് മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവിക്കളസം ലോകം കാണുമെന്ന് CPIക്കാർ ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. അവരുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷത്തേക്ക് അവർ മാറി എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ഇൻസിഡന്റിലും നമ്മൾ പറയുന്നുണ്ട്. ക്യാബിനറ്റിലെ 4 മന്ത്രിമാർ അറിയാതെ PM ശ്രീ ഒപ്പിട്ട് കൊടുത്തതിന്റെ ചേതോവികാരം ഫണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ മന്ത്രിസഭയിലെ 4 അംഗങ്ങൾ കൂടെ വിശ്വാസത്തിലെടുക്കാനുള്ള കഴിവ് പിണറായി വിജയൻ ഇല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ അതല്ല അതിന്റെ റീസൺ. നിങ്ങൾ അറിയുമോ, ഇടതുമുന്നണി ചർച്ച ചെയ്യണമെന്ന് 22ാമത്തെ ക്യാബിനറ്റിൽ അവിടെ CPIയുടെ മന്ത്രിമാർ വന്ന് പറയുമ്പോ 16-ാം തീയതി അത് ഒപ്പിട്ട് കഴിഞ്ഞു എന്ന വിവരം പിണറായി വിജയനും ശിവൻകുട്ടിയും ഈ ഇടതു മന്ത്രിസഭയിലെ 4 അംഗങ്ങളെ മറച്ചു വെക്കുന്നത്. അതിന്റെ കാരണവും ഫണ്ടല്ല, ഫണ്ടിന് വേണ്ടിയല്ല. PM ശ്രീ എന്ന് പറയുമ്പോ അവരത് ഒപ്പിട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിലും CMന്റെ ശ്രീ PM തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പത്തെ ഐശ്വര്യം. കേസുകളിൽ പരസ്പരം നടത്തുന്ന വിട്ടുവീഴ്ചകളും ഒത്തുകളികളും നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ് EDയുടെ നോട്ടീസ് എങ്കിൽ ആ നോട്ടീസ് EDയുടെ മെയിലിൽ നിന്നോ പോസ്റ്റിൽ നിന്നോ പുറത്തു പോകുന്നതിന് മുമ്പേ ആദ്യം അത് മാധ്യമങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഏതെങ്കിലും ഒരു UPA നേതാവിന്റെ, ഇന്ത്യ മുന്നണിയുടെ നേതാവിന്റെ, കേരളത്തിലല്ലാത്ത വേറെ ഏതെങ്കിലും ഇന്ത്യ മുന്നണി നേതാവിനുമെതിരായിരുന്നെങ്കിൽ ED നോട്ടീസ് അച്ചടിച്ച് ഈ ആൾക്ക് അയക്കുന്നതിന് മുമ്പ് ED അത് മാധ്യമങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും. ED ആ സംസ്ഥാനത്തെ BJP നേതാക്കന്മാർക്ക് അയച്ചിട്ടുണ്ടാവും. ED അവിടുത്തെ പോഷക സംഘടനകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുപടിക്കലും മുറ്റത്തും ഓഫീസ് പഠിക്കലും സമരങ്ങൾക്കുള്ള ആഹ്വാനം ഉണ്ടാകും. എന്നിട്ട് ചോദ്യം ചെയ്യലുകളുടെ പരമ്പരകൾ ഉണ്ടാകും. 5 ദിവസം കൊണ്ട് 52 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വേട്ടയാടാൻ ശ്രമിച്ച ED, രോഗബാധിതയാണെന്ന് അറിഞ്ഞിട്ടും സോണിയാഗാന്ധിയെ വേട്ടയാടാൻ ശ്രമിച്ച ED, അതേ ED തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസിന്റെ ഒരു പകർപ്പ് ഒരു ഈച്ച പോലും കാണരുത് എന്ന ആഗ്രഹത്തോടെ അത് പരമ രഹസ്യമാക്കി വെച്ച BJPയുടെ CPMനോടുള്ള ആ കരുതലുണ്ടല്ലോ, ആ കരുതലിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് അത് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഒരു സംശയവും വേണ്ട. ഒരു നോട്ടീസ് എന്റെ റസാഖ് മാഷെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കൾക്ക് അതും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അയച്ചിട്ട് പ്രസിഡന്റ് അവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടാവും. 1.5 കൊല്ലം ഒരു മനുഷ്യ കുഞ്ഞറിഞ്ഞില്ല. ഇതാ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇവരാരും അറിഞ്ഞില്ല. അതെന്താ അത്ര രഹസ്യമാക്കി വെക്കാനുള്ള ഒരു കൺസേൺ? ഏത് കേസ് വരുമ്പോഴും കേന്ദ്രത്തിന്റെ അഭിഭാഷകന് പനി വരുന്നതിന്റെ പിന്നിലെ പൊളിറ്റിക്സ് എന്താ? കേന്ദ്രത്തിന്റെ അഭിഭാഷകന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ചില ആളുകളുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രം ഡസൻ കണക്കിന് തവണ മാറ്റിവെക്കുന്നതിന്റെ പൊളിറ്റിക്സ് എന്താ?
പഴയ പോലെ അന്തർധാരയല്ല, പരസ്യ ബാന്ധവമാണ്. മുന്നണി രാഷ്ട്രീയം പോലെ CPM-ഉം BJP-യും കേരളത്തിൽ UDF-ന്റെ പരാജയത്തിന് വേണ്ടി എല്ലാ ആശയ അടിത്തറകളും ഉപേക്ഷിച്ച് ഒരുമിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എണ്ണി എണ്ണി നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും. നിങ്ങൾ മാഹി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിന്റെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉണിയൻ പ്രേമൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിന്റെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആഴ്ചകളുടെ ഇടവേളയിൽ CPM-ന്റെയും BJP-യുടെയും പ്രവർത്തകർ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കോടതികൾ വെറുതെ വിടുകയാണ്. കോടതികൾ വെറുതെ വിടുന്നതിന്റെ കാരണം പറഞ്ഞത് പ്രോസിക്യൂഷന് ഈ കൊലപാതകം തെളിയിക്കാൻ കഴിഞ്ഞില്ല, കുറ്റക്കാരെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണമായി പറഞ്ഞത് സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ല, അത് ശക്തമല്ല. ഞാൻ ചോദിക്കട്ടെ, ആരാ ഇത്തരം കേസുകളിലെ സാക്ഷിമൊഴികൾ? ആ കേസുകളിലെ സാക്ഷിമൊഴികൾ എന്ന് പറയുന്നത് അതത് പാർട്ടിക്കാരാണ്. ആ കൊല്ലപ്പെട്ടവരുടെ പാർട്ടിക്കാർ, ഒരു കേസിൽ BJP-ക്കാർ, ഒരു കേസിൽ CPM-കാർ. അവരുടെ മൊഴികൾ ദുർബലമായി പോയതിന്റെ കാരണം നേതൃത്വത്തിന്റെ ഡയറക്ഷനാൽ പ്രതികളെ പരസ്പരം വെറുതെ വിടാനുണ്ടാക്കുന്ന ധാരണകൾക്കനുസരിച്ച് ഈ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ രക്തസാക്ഷി കുടുംബം കണ്ണീരോടെ കഴിയുമ്പോഴും കോടതികളിൽ അതിന് കാരണക്കാരെ പരസ്പരം സഹകരിച്ച് വെറുതെ വിടുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന CPM-ന്റെ ഏതെങ്കിലും നല്ലവരായ സഹപ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ പാർട്ടി ഇടതല്ല, തീവ്ര വലതുപക്ഷമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കാവട്ടെ എന്നുള്ളതാണ് അവരോടുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന.